ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് മീ ആതിര സുദർശൻ, മം ഓഫ് ശ്രീരുദ്ര സുദർശൻ. അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഇടിയും മിന്നലും അടിപൊളി മഴയായിരുന്നു. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കൊലായിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ ഇത് തൂക്കലാണ് പണി കേട്ടോ. എന്താണെങ്കിലും അടിച്ചൊരു തുറക്കണം. അപ്പം ഞാൻ വേഗം ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം 1 ഇയർ ആയി ഇപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ വീഡിയോ ഒക്കെ ആദ്യം ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും ദിവസത്തെ, അതായത് 1 ഇയറിൻ്റെ വാച്ച് ഹവേഴ്സും കാര്യങ്ങളൊക്കെ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഈ ഇയറിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതായത് 1 ഇയറിൽ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിന്, അതുപോലെ തന്നെ 4000 ഹവേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യവും എനിക്ക് ചീറ്റിപ്പോയി. എനിക്ക് അത്ര തന്നെ വാച്ചിങ് ഹവേഴ്സ് കിട്ടിയില്ല. അത് മാത്രമല്ല, ഷോർട്സിനൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 90 ഡേയ്സാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി ടൈം എന്ന് പറയുന്നത്. സോ അതും നമുക്ക് ഒരുപാടൊക്കെ നഷ്ടമായിപ്പോയി, ലോസായിപ്പോയി. അപ്പം നമ്മൾ ഇനി ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. ഈ ഒരു കൊല്ലം, അതായത് 2025 നടന്നില്ല, 2026 മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെയും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ് ഗൈസ്. എനിക്കറിയാം ഇത് ഇത്ര ഈസി ഉള്ള സംഭവം അല്ല എന്നുള്ളത്. പക്ഷേങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാനിപ്പോൾ ഒരു 6-7 വർഷമായി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ദാറ്റ് മീൻസ് കൊറോണ ടൈമിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ ഞാൻ ഒരുപാട് ഗാർഡനിങ് വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഒരുപാട് വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ്സിലൊക്കെ ആക്റ്റീവായിട്ട് അവർ തരുന്ന ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആമീന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാമിക്ക് ഒരു 1 ഇയർ ആയതിനു ശേഷമാണ് ഞാൻ അഗൈൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1 ഇയർ അല്ല, 2 ഇയറിലാണ് സ്റ്റാർട്ട്. അപ്പം ഇപ്പം 3ാമത്തെ വയസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും ആയില്ല. ഇതുപോലെ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ വിചാരിക്കാത്ത നേരത്തായിരിക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ടൊക്കെ ക്ലിക്കായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ അവൈലബിൾ ആവുക. സോ നമുക്ക് ആ ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് എൻ്റെ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെഗുലറായിട്ട് രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന ഒരാളല്ല. എൻ്റെ ഓരോരോ മൂഡ്സിനനുസരിച്ചിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കാറ്. രാവിലെ ചിലപ്പോൾ കത്തിക്കുള്ളൂ, വൈകുന്നേരങ്ങൾ സ്ഥിരമായിട്ട് കത്തിക്കാറുണ്ട് കേട്ടോ. ഓരോ ദിവസങ്ങളിൽ നമ്മൾ എണീക്കുമ്പോൾ ഓരോരോ വൈബായിരിക്കും. ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് മൈൻഡിലായിരിക്കും എണീക്കുക, ചിലപ്പോൾ നല്ല പോസിറ്റീവ് എനർജിയിലായിരിക്കും എണീക്കുക. അങ്ങനെ പോസിറ്റീവ് എനർജിയിൽ എണീക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ രാവിലെ കുളിച്ച് മാറ്റിയിട്ടൊക്കെ വിളക്കൊക്കെ വെക്കാറുണ്ട്. പിന്നെ ചായ മസ്റ്റാണ് ഗൈസ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയതാണ്. ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എയർ ഫ്രയറിൽ പഴം പുഴുങ്ങാൻ പോകുന്നത് കേട്ടോ. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ എയർ ഫ്രയറിൽ പുഴുങ്ങുന്ന പഴം, അല്ലെങ്കിൽ വാട്ടി കൊടുക്കുന്ന പഴം. അത് ഭയങ്കര ഇഷ്ടമാണ്, അവൾ കഴിക്കും. അപ്പം അവൾ കഴിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മെനക്കെടാറുള്ളൂ. നമ്മുടെ കേരളത്തിൽ എല്ലാവരും കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പച്ചരിയുടെ പുട്ട്, പത്തി, നൂൽപുട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും. ആമിക്കുട്ടി ഇതൊന്നും കഴിക്കൂല കേട്ടോ. അവൾക്ക് പിന്നെ ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുന്നത് ദോശയാണ്. പക്ഷെ റെഗുലറായിട്ട്, അതായത് എല്ലാ ദിവസവും ദോശ ഇഷ്ടമല്ല, മടുക്കും, പിന്നെ കഴിക്കാണ്ട്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 മുട്ട കേട്ടോ. അത് ജിമ്മിന് പോയി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ശീലാക്കിയ ഒരു കാര്യമാണ്. രാവിലെ എണീറ്റിട്ട് ഒരുപാട് ഹെവി ഫുഡ് കഴിക്കാതെ മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ റോബസ്റ്റ് അങ്ങനെ കഴിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആയപ്പോൾ ശ്രുതിയും അങ്ങനെ തന്നെ ആയി. അതായത് രാവിലെ എണീറ്റാൽ ഒരു 2 മുട്ടയിലൊക്കെ ആളും നിൽക്കും. ഞാനും അങ്ങനെ തന്നെ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പാൽച്ചായ ഞാൻ ഓൾവേസ് പറയുന്നതാണ്, പാൽച്ചായ എനിക്ക് നിർബന്ധം കേട്ടോ. ശ്രുതി ഇവിടെ പറയും ചെയ്യും, നിനക്കൊരു എന്താ പറയുക മടിയില്ലേ ഇതിങ്ങനെ കുടിക്കാൻ, നിനക്ക് മടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കിത് മസ്റ്റാണ്. ഇതില്ലാതെ ഒരു ദിവസം സ്റ്റാർട്ടാവില്ല. അങ്ങനെ നമ്മൾ ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ എന്താ പറയുക, വേണോ വേണ്ടേ വെച്ചിട്ടാണ്. ഇന്നാണെങ്കിൽ ഒരു പനിയുണ്ട്, ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് പനിയൊക്കെ. അപ്പം ഞാൻ പാരസെറ്റമോൾ കൊടുക്കാറാണ് പതിവായിട്ട്. അതായത് പതിവ് എന്ന് വെച്ചാൽ പനിക്കുമ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ, അതായത് ചുമ, ഛർദി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പാരസെറ്റമോൾ കൊടുത്തോളൂ, പനി മാത്രമാണെങ്കിലെന്ന്. അപ്പം ആമിക്ക് ഇന്നലെ തൊട്ട് പനിയാണ്. സോ ഞാൻ അവൾക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നുണ്ട്. അവൾ മുട്ടയും പഴവും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
കേട്ടോ. അപ്പോൾ ഞാൻ പഴം മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടില്ല, അവൾക്ക് വേണമെങ്കിൽ ഇനി കൊടുക്കാന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് അംഗനവാടി പോക്കൊന്നും ഉണ്ടാവില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വിശപ്പൊക്കെ വരുവാക്കാം. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ കൊടുക്കാച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ടേബിളിൽ എങ്ങനെ ക്ലീൻ ആക്കിയിട്ടാലും ഈ ടേബിൾ എങ്ങനെയാണെന്ന് അറിയില്ല, പിന്നെ ഓരോരോ സാധനങ്ങൾ വന്ന് നിറഞ്ഞിട്ട് ഇതങ്ങോട്ട് വൃത്തികേടാവും. ഒന്നെങ്കിൽ അച്ഛൻ്റെ വകയായിരിക്കും, അല്ലെങ്കിൽ മോളുടെ വകയായിരിക്കും, ഇത് രണ്ടല്ലെങ്കിൽ എൻ്റെ തന്നെ വകയായിട്ടായിരിക്കും ടേബിൾ വൃത്തികേടാവുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ്. ആമിക്കുട്ടിയുടെ ഫൈറ്റർ ഫിഷിനുള്ള വെള്ളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തൊട്ടിട്ട് അതിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്, ഒരു ശോകം പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, എന്ന് വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടേബിൾ വൃത്തിയാക്കിയിട്ട് ഇതായി സ്റ്റിക്ക് ഉണ്ടല്ലോ, ചന്ദനത്തിരിയുടെ വേറൊരു വേർഷൻ ആട്ടോ ഈ സ്റ്റിക്ക്. അത് ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. 4 ഫ്ലേവേഴ്സ് ഉണ്ട്, 4 സ്മെല്ലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഇവിടെ ഒരു ആംബിയൻസ് ഒക്കെ ഞാൻ അങ്ങനെ മാറ്റും. എനിക്ക് എന്താണെന്നറിയില്ല, ഇതിങ്ങനെ കത്തിച്ച് വെക്കുന്നത് ഭയങ്കര ക്രേസാണ്. സോ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിയുടെ ആ ഒരു ഫൈറ്ററിൻ്റെ ബോളിൽ ഒരു മണി പ്ലാന്റ് ഒക്കെ ഫിക്സ് ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇപ്പം തന്നെ നോക്കണം. ഇതിനിങ്ങനെ അടുക്കളയിലേക്കൊക്കെ കയറിയാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാനേ പറ്റില്ല. പിന്നെ ആമിക്കുട്ടി ആണെങ്കിലും TV കണ്ടിരുന്നോളും കേട്ടോ. നമ്മളിങ്ങനെ പണിയെടുക്കുന്ന നേരത്തെ അവൾ TV കണ്ടിരുന്നോളും, അല്ലെങ്കിൽ ടാബിൽ ഇരുന്നോളും, അല്ലെങ്കിൽ അവളായിട്ട് കളിച്ചോളും. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് കുട്ടികൾക്കുള്ളൊരു സ്കൂട്ടറൊക്കെയാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അതുമില്ലാണെങ്കിലും കുട്ടി കുറേ നേരമൊക്കെ അങ്ങനെ കളിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇവിടെ സ്റ്റിക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും മീഷോയിലൊക്കെ ഇങ്ങനെ നോക്കും ഇതുപോലത്തെ വേറെ ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടാനുണ്ടോ എന്നുള്ളത്. കാരണം ഒരുപാട് നേരം ഇരുന്ന് തിരഞ്ഞാലാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുക കേട്ടോ. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്നത് ദീപാവലിയാണല്ലോ. അപ്പോൾ ദീപാവലിയുടെ ഓഫേഴ്സും അല്ലെങ്കിൽ സെയിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലാണെങ്കിലും. അപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു ക്രേസാണ്. അതൊരു എന്താ പറയുക, ഹോബി പോലെയാണ് ഇങ്ങനെയുള്ള നേരം. അതായത് നമ്മുടെ വീട്ടിലത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുന്ന നേരത്ത് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മീഷോ, ഫ്ലിപ്കാർട്ടൊക്കെയാണ് കേട്ടോ. അപ്പം അതിനകത്ത് നല്ല നല്ല ഐറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ കാർട്ടിലേക്ക് ഇടും. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ വാങ്ങിക്കാൻ പറ്റുക അത് വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഞാനൊരു മണി പ്ലാന്റിൻ്റെ ചെറിയൊരു ഒരു വള്ളി കൊണ്ടുവന്നിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റായിട്ട് വരണം. അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ. എങ്ങനെ വൃത്തിയാക്കിയിട്ടാലും അവിടെ ഇതന്നെയാണ് അവസ്ഥ. അതായത് രാത്രിയെല്ലാം നല്ല വിരിച്ചിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ ആമി കാണാം അവിടെ നിന്ന് ഓരോന്നൊക്കെ കമ്പിളി ഇതെല്ലാം വലിച്ചിട്ട് അതങ്ങോട്ട് കെടുത്തി ഇങ്ങോട്ട് കെടുത്തിട്ട് അവിടെ അങ്ങോട്ട് വൃത്തികേടാക്കിയിടും. ആമിക്ക് പുതയ്ക്കുന്നത് ഇഷ്ടമല്ല, അതുപോലെ തലയണ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ വേറെ ആരും അത് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ആക്കുക. അപ്പോൾ വേറെ എന്താ പറയുക, ഞാനൊരു കമ്പി എടുത്തോണ്ടെന്നാൽ അത് വലിച്ചിടും, അത് കേടുവരുത്തും, അങ്ങനെ ഒക്കെ കൂടി നശിപ്പിച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോബി. അപ്പോൾ ഈ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ടൈം പോകാനും അതുപോലെ തന്നെ വർക്കിൽ നല്ലൊരു എന്താ പറയുക അറ്റൻഷൻ കിട്ടാനും എപ്പോഴും പാട്ടിടുന്നത് നല്ല കേട്ടോ. ഞാൻ TV-യിൽ പാട്ടിട്ട് വെച്ചിട്ടാണ് എൻ്റെ വർക്കൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളാണെങ്കിൽ ആമിക്കുട്ടിയാണെങ്കിൽ കൊലായിലിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പണി വേഗം തീർക്കുകയാണ്. അപ്പോൾ ഈ പാട്ടിടുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാനൊക്കെ മ്യൂട്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ TV-യിൽ അതങ്ങനെ കാണിച്ചതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം കോപ്പിറൈറ്റ് വരുമോ ഇല്ലേ എന്നുള്ളത്. കാരണം പുതിയ മൂവിയും കൂടി ഇല്ല, അതിൻ്റെ സീനൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വീഡിയോനെ എഫക്റ്റ് ചെയ്യുമായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും എന്താ പറയുക കോപ്പിറൈറ്റ് വരാതെ സ്ട്രൈക്ക് വരാതെ ഒക്കെ ഓരോന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യമൊന്നും എനിക്കിതിനെ പറ്റിയ ഒരു ധാരണയില്ലായിരുന്നു. ഞാൻ എന്താ പറയുക നമ്മളവിടെ അടുത്തുള്ള ഒരു മിനിയൂട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രിപ്പ് പോയി, 1 ഡേ ട്രിപ്പ് പോയത്. അവിടെ സ്റ്റേ ആയിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ അതിനൊക്കെ പാട്ടിട്ടിട്ട് അങ്ങോട്ട് കയറ്റിയപ്പോൾ എനിക്ക് അതൊക്കെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ട് അതൊക്കെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അതായത് ആ വീഡിയോയുടെ പെർഫെക്ഷൻ തന്നെ പോയി. ആ പാട്ടൊക്കെ അങ്ങോട്ട് മ്യൂട്ടായപ്പോൾ ആ വീഡിയോ ഒന്നിനും കൊള്ളാതെയായി. പിന്നെ എനിക്ക് അത് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വട്ടം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വ്യൂസ് കിട്ടില്ല. ആദ്യം കിട്ടിയ പോലെ നമുക്ക് വ്യൂസ് കിട്ടില്ല. അപ്പോൾ അതിനും പറ്റില്ല. അങ്ങനത്തെ കുറേ മൂഞ്ചിയ വീഡിയോസൊക്കെ എൻ്റെ ഈ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു എന്താ പറയുക എഡിറ്റിംഗ് ഒന്നും അറിയാത്ത ഒരാളാണ്. ഈ VN യൂസ് ചെയ്തെങ്ങാണ്ട് അങ്ങോട്ട് മെർജ് ചെയ്തിട്ട് ഔൺ വോയിസ് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാറ്. പിന്നെ ഇപ്പം ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്, അതായത് BGM നോക്കിയെടുക്കാൻ ട്രൈ ചെയ്യും.
ഇങ്ങനത്തെ ലോങ് വീഡിയോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പറഞ്ഞ് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. അടിപൊളിയല്ലേ കാണാനൊക്കെ. ഇനി ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞ് കുറച്ച് കുഞ്ഞമ്മത്തി ഉണ്ട്, അത് നന്നാക്കി എടുക്കുക എന്നുള്ളതാട്ടോ. അപ്പൊ കുഞ്ഞു മത്തിയാണ്, അധികം വലിപ്പമൊന്നുമില്ല. സുധി ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു, ഒരു 1.5 കിലോ 50 രൂപയ്ക്ക്. അപ്പൊ ഇപ്പൊ ഇവിടെ മത്തിച്ചാകര ആയത് കാരണം നല്ല റേറ്റ് കുറഞ്ഞിട്ട് മത്തി കിട്ടാണ്ട്. അതായത് 3 കിലോന് 100 രൂപയാണ് റേറ്റ്. ആ 3 കിലോ വാങ്ങി വന്നിട്ട് ഞാൻ വെറുതെ ദേഷ്യം പിടിക്കണ്ടല്ലോ വെച്ചിട്ട് ആൾ 1.5 കിലോ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇന്നലെ പകുതി ഞാൻ എടുത്തിട്ട് മുളകൊക്കെ ഇട്ടു, പൊരിച്ചൊക്കെ കൊടുത്തു. ബാക്കി പകുതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ 2 എണ്ണം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അടുക്കളത്തെ പണി കഴിഞ്ഞു. ഞാൻ ഓൾറെഡി കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ വെറുപ്പിക്കാറില്ല. കാരണം ചോറ് വെക്കുന്നത്, കറി വെക്കുന്നത്, അങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് എടുക്കാനും പറ്റാറില്ല കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാറ്. എനിക്കൊരു അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോസിന് ഉണ്ടാവാറുണ്ട്. ചിലരെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട്. അതായത് ഓരോ ഷോട്ടും, അതായത് ഇപ്പോൾ ഒരു മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്ന ഷോട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഞാനിവിടെ ഒരേ ടൈമിൽ 2 ഐറ്റംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മീൻ പൊരിക്കാനും ഉണ്ട്, അതുപോലെ മീൻ തോരൻ വെക്കാനും ഉണ്ട് കേട്ടോ. കുഞ്ഞമത്തി തോരൻ എൻ്റെ ഫേവറേറ്റ് ആണ്, സുധിക്ക് ഇഷ്ടം പൊരിച്ചതാണ്. സോ 2 പേരുടെ ഇഷ്ടത്തിന് 2 ആയിട്ട് സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത്. സുധിക്ക് ഓൾവേസ് ഒരു പച്ചക്കറി, അതുപോലെ തന്നെ മീൻ പൊരിച്ചത് മസ്റ്റാണ്. മീൻ പൊരിച്ചത് മസ്റ്റാണ്. ഇവിടെ ഏത് കാലത്തും മീൻ പൊരിച്ചത് ഉണ്ടാവും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞെട്ടിയിട്ടുണ്ട് ആള് മീൻ പൊരിച്ചത് കഴിക്കുന്നുണ്ടിട്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്, അത് മസ്റ്റായിട്ട് വേണം. അതില്ലാണ്ട് ചോറ് ഇവിടെ ഇറങ്ങൂല, പച്ചക്കറിയും വേണം. അപ്പൊ അയാളുടെ ഇഷ്ടം അതാണ്. എൻ്റെ ഇഷ്ടം എങ്ങനെയാ വെച്ചാൽ ഈ ഒരു കുഞ്ഞമ്മത്തിയുടെ പീര വറ്റിച്ചതുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കും. എനിക്ക് വേറെ ഒരു ഐറ്റവും വേണ്ട, ചോറും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അപ്പൊ രണ്ട് പോലെയാണ് കേട്ടോ ഇവിടെ എടുത്തത്. ആമിക്കുട്ടിക്കാണെങ്കിൽ എന്നെ പോലെ ഇതാ മീൻ എടുത്തിട്ട് ചോറ് കൊടുത്ത് അവളും കഴിക്കും, അവൾക്കത് ഇഷ്ടമാണ്. ഇന്നലത്തെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാ തോന്നുന്നു. നേരം വെളുത്തപ്പോൾ തന്നെ ഒരു വെട്ടം വെളിച്ചമൊന്നുമില്ല, വെയിലൊന്നും ഇല്ലാണ്ടാണ് കിടക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഒരുപാട് തിരുമ്പാണ്ടായിരുന്നു. സോ ഞാൻ എന്താണെങ്കിലും അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒരു കറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അടുക്കളയത്തെ അംഗം വെട്ടൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ പോയിട്ട് അത് വൃത്തിയാക്കിയിട്ട് അയലിടാനിട്ടോ. വെയിലൊന്നും ഇല്ലെങ്കിൽ കാറ്റടിച്ചിട്ടാണെങ്കിലും ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാഷിംഗ് മെഷീനിൽ ഇട്ടത്. ഇവിടെ ഞാൻ മീൻ കായം പുരട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉപ്പേരി, അതായത് നമ്മുടെ പീര വറ്റിക്കുക എന്നുള്ളതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ തേങ്ങ ചതച്ചതാണ്. അത് മിക്സിയിലിട്ടിട്ട് ഒരു ക്രഷ് അടിച്ചാലും മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ അത് സെറ്റാവും. അതിനകത്ത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം, ഉലുവ, ഇത്ര ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങയൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് കുഞ്ഞമത്തി ഇടുക, കറിവേപ്പിൻ്റെ ഇടുക, സംഭവം സെറ്റായി അടച്ച് വെച്ച് വേവിക്കുക. അത്രേ ഉള്ളൂ അതിൻ്റെ പണി. അപ്പോൾ അത് സിമ്പിളായിട്ട് കഴിയുന്ന പണിയാണ്. പിന്നെ കായം തേച്ച് വെച്ച സാധനം പരത്താനാണ് കുറച്ച് പണി. അതായത് ഇത് കുഞ്ഞല്ലേ, അത് കാരണം നമുക്കിത് പരത്തിയെടുക്കാൻ, അതായത് ഫ്രൈങ് പാനിൽ പരത്തി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നമ്മൾ ചോറൊക്കെ വയ്ക്കുക അടുപ്പത്താണ് കേട്ടോ. ഗ്യാസും അങ്ങനത്തെ ചെറിയ പണികൾ എടുക്കാറുള്ളൂ. അങ്ങനെ അടുക്കളപ്പണിയും ഞാൻ മുന്നോട്ട് പോയോണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ കാണാത്തോണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ആളവിടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവളുടെ വിശക്കുന്ന ടൈമിൽ വന്നിട്ട് അവൾ കഴിച്ചു പോകുന്നുണ്ട്. അതന്നെ എനിക്ക് വലിയ സമാധാനമാണ്. അതായത് നമ്മളിങ്ങനെ പിന്നാലെ നടന്നു കൂട്ടാതെ അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവൾ വന്നിട്ട് പറയും, അമ്മ എനിക്ക് വിശക്കുന്ന ഇന്ന സാധനം വേണമെന്ന് അവൾ പറയും. അപ്പം ആ സാധനം എടുത്തു കൊടുത്താൽ ആൾ പോയിരുന്ന് അത് കഴിച്ചോളും. അപ്പം അത് റിലാക്സ് ആയിട്ടോ, സെറ്റാണ്. അങ്ങനെ അടുക്കളപ്പണി പുരോഗമിക്കുക തന്നെയാണ്. ഇത് ലോങ് വീഡിയോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലോങ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോർട്ട് ചെയ്തിട്ടാണല്ലോ ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലോങ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എനിക്ക്. ഇപ്പോൾ ഒരു 4.95 അങ്ങനെ ഒരു 50 പേരും കൂടി വന്നാൽ എനിക്ക് 5K ആയിരിക്കും ആണ്.
അപ്പം അതിനും വേണ്ടി ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാളടുത്ത് കമ്പലായിട്ട് സബ് ചെയ്യൂ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും പറയാറില്ല. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ളവർ നമ്മളെ സബ് ചെയ്യാറാണ്. അതുപോലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ വരെ. അപ്പം ലൈവിൽ വരുമ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ കേൾക്കെങ്കിൽ കൂടി നമ്മളെ ഇഷ്ടമാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്ന ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യും, അത് ഫോളോ ചെയ്ത് ചെയ്യും. അപ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ ലൈവ് ഇടുന്നത് നിർത്തിയോ, ഈ നെഗറ്റീവ് കമൻസ് കണ്ട് എനിക്ക് മടുത്തു. അപ്പം ഞാൻ ലൈവ് ഇടുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചാനലൊന്നും ഡെഡായ പോലെയായി. അതായത് എനിക്കറിയില്ല അത് ശരിക്കും ഡെഡായതാണെന്ന് അറിയില്ല. ആദ്യം കിട്ടിയിരുന്ന പോലത്തെ ഒരു വ്യൂസും കാര്യങ്ങളും ഒന്നും എൻ്റെ വീഡിയോസിനൊന്നും ഇപ്പം കിട്ടാറില്ല. ഒരു 100 വ്യൂസ് കിടക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു സംഭവമാണ്. എനിക്കിപ്പോൾ ബിലോ 100 ആണ് എൻ്റെ ഒരു വീഡിയോസിനൊക്കെ വരുന്നത് വ്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര അതായത് 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ ഒരു 100 വ്യൂസ് പോലും കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഭീകരമാണ് കേട്ടോ. ആമിക്കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും ഞാനിങ്ങനെ വോയിസ് ചെയ്യുന്ന നേരത്ത് ഇത് കഴിഞ്ഞ അമ്മയെന്നുള്ള മട്ടിൽ. ആൾക്ക് ഞാൻ അവിടെ ടാബ് വെച്ചെടുത്തിട്ടാണ് ഈ ഔൺ വോയിസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഓൾവേസ് എല്ലാവരും പറയും സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്ന്, പക്ഷേ ഇവളെ മേയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അത് കൊടുത്താലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. സാധനങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കൊന്നൊരു പൊതിച്ചോറ് കെട്ടിക്കൂടാന്ന്. ഞാനൊരു പൊതിച്ചോറ് ഫാനാണ് കേട്ടോ. ഓൾവേസ് ഞാൻ എന്താ പറയുക എന്തെങ്കിലും ഒരു ഐറ്റം എക്സ്ട്രാ ഉണ്ടാക്കുന്ന ദിവസം ഞാനത് പൊതിച്ചോറ് കെട്ടാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം പോയിട്ട് 2 ഇല മുറിച്ച് വന്നു. 2 ഇല എന്ന് പറയുന്നത് ഇന്ന് സുധിക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വർക്കിന് വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ആള് ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആൾക്കുള്ള പൊതിച്ചോറോട് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇല എടുത്തിട്ടുള്ളത്. ആമിക്കുട്ടി പിന്നെ പ്ലേറ്റിൽ തന്നെ കേട്ടോ കഴിക്കുള്ളൂ. അവൾക്ക് ഈ ഇല പറിച്ചിടാനും അല്ലെങ്കിൽ പറത്തി കളയാനും മാത്രമാണ് ഇൻട്രസ്റ്റ്. പൊതിച്ചോറൊന്നും അതിൽ കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ വാട്ടിയ ഇല ഒരു കലണ്ടറിലാണ് വെച്ചിട്ടുള്ളത്. കലണ്ടർ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കിവിടെ പേപ്പർ ഇടുന്നില്ല. സോ ഞാൻ കലണ്ടറിലാണ് ഇല ഇട്ടത്. അതിലേക്ക് ചോറ് വിളമ്പി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്ന എന്താണെന്നൊന്നും ആരും വിചാരിക്കരുത്. പിന്നെ ലൈനയുടെ അച്ചാറാണ് കേട്ടോ, ചെമ്മീൻ അച്ചാറാണ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് വെച്ചു. പിന്നെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തി വെച്ചു. ഇതിലേക്ക് ഇനി വരാൻ പോകുന്നത് കുഞ്ഞമ്മത്തിയുടെ മുളകിട്ട് വെച്ച വേർഷൻ ആട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞമ്മത്തിയും കപ്പയും അതുപോലെ കുഞ്ഞമ്മത്തി റേഷനരിയുടെ ചോറ് അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. മീൻ പീര നമ്മുടെ മീൻ വറ്റിച്ചുണ്ടാക്കിയ മീൻ തോരണ്ടാക്കിയല്ലോ അതാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു കളർ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലേക്ക് ഇതാ നമ്മുടെ മുരിമുരിങ്ങനെ പൊരിച്ചെടുത്ത കുഞ്ഞമ്മത്തി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആയപ്പോൾ രുചി നോക്കേണ്ട ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി ഇതിലേക്ക് നിരത്തിയിട്ട് നമുക്കിത് കെട്ടി വെക്കാം. അപ്പോൾ ഈ പേപ്പർ ഉണ്ടല്ലോ, അതായത് കലണ്ടർ കുറച്ച് ചെറുതാണ്, ന്യൂസ് പേപ്പർ അങ്ങ് കുറച്ചും കൂടി വീതി കിട്ടും നമുക്ക്. അപ്പം ഞാൻ അത് ക്രോസിലാണ് ഇപ്പോൾ പൊതിയാൻ പോകുന്നത്. ക്രോസിൽ പൊതിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഫുൾ പോർഷൻ നമുക്ക് കിട്ടൂല, ഫോൾഡ് ചെയ്ത് വെക്കാൻ ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റൂല. അപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഒക്കെ എടുത്തിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ആമിക്കുട്ടി പറയുന്നുണ്ട്, അമ്മ അത് എൻ്റെ മുടിയിലിടുന്ന റബ്ബർ ബാൻഡാണ്, എടുക്കല്ല അമ്മേന്നൊക്കെ. അപ്പോൾ വേറെ നിവർത്തില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഇത് കെട്ടി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ ഈ ചോറ് ഇങ്ങനെ കെട്ടി വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അതിനകത്ത് ഇട്ട സ്പെഷ്യൽ കറി ചമ്മന്തി അതിൻ്റെയൊക്കെ ഒരു ലേശം വെള്ളം ഇറങ്ങിയിട്ട് ചോറൊന്ന് സെറ്റാവാണ്ട്. ചിലർ ഈ ഇലയിൽ ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവിയിട്ടാണ് ചോറ് വിളമ്പാറ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും പറയും, എൻ്റെ അമ്മയൊക്കെ അവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ പറയുന്നത് നല്ല ഉപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ഉപ്പ് വേണം. അങ്ങനെ തിരുമ്പലുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു കറക്കവിടെ വെച്ചിട്ടുണ്ടെന്ന്. അത് ഫിനിഷ് ചെയ്ത് വന്നു. ആമിക്കുട്ടിക്ക് ചോറ് വേണം പറഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഈ കാർട്ടൂൺ കണ്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. വീഡിയോ കാണുന്നവരാരും ക്രിട്ടിസൈസ് ചെയ്യരുത്, കുഞ്ഞ് ഫുൾ ടൈം ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ വീഡിയോസ് കാണുകയാണല്ലോ എന്ന്. അവൾ കുറച്ചേ കാണുള്ളൂ. പിന്നെ അത് അവിടെ ഇട്ടിട്ട് അവളെ പണിക്ക് പോകും, എന്തെങ്കിലും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ മാറിപ്പോവും. അവൾ ഫുൾ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടല്ല നിൽക്കുന്നത്, വേറെ കാര്യങ്ങളൊക്കെ അവളെ തലയ്ക്ക് അകത്ത് ഇങ്ങനെ വന്നു പോകും. അങ്ങനെ ശ്രുതി വന്നിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആള് ഇങ്ങനെ അത് തുറന്നപ്പോൾ തന്നെ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താവുമ്പോ എന്തോ ഇങ്ങനെ ആള് കഴിക്കാൻ വേണ്ടി തൈര് എടുക്കുന്നുണ്ട്. ആൾക്ക് ഒഴിച്ചു കൂട്ടാൻ നിർബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പച്ചക്കറി മീൻ പൊരിച്ചതാണ് ആളുടെ ഫേവറേറ്റ് എന്ന്. അപ്പോൾ ഒഴിച്ചു കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല.
മുളകിട്ട മീൻ കറിയാണ്. അത് അയാൾക്ക് അത്ര പറ്റില്ല, ചോറിലേക്ക് അത്ര കോമ്പിനേഷൻ ഇല്ല പറയും. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ തൈര് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിൽ ഒഴിച്ച കാര്യം അപ്പം പറഞ്ഞിട്ടില്ലായിരുന്നു, പിന്നെ കുഴച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു കുറച്ച് കുഞ്ഞമ്മത്തിയുടെ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ആൾ തൈരൊക്കെ ഒഴിച്ചു, ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കുഴച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ആമിക്കുട്ടി ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ആളെ പോയി ഉറക്കി അവിടെ കിടത്തി. ഇതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടമായ കട്ടയ്ക്കൊന്ന് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.